നമസ്കാരം. ഡെമോക്രസി ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന കുത്തിത്തിരിപ്പുകൾ. ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ ദുരിതം പേറുന്നവർ മാധ്യമപ്രവർത്തകരാണെന്ന് പിണറായി വിജയന്റെ കണ്ടെത്തൽ. വളരെ വേണ്ടപ്പെട്ടവരുടെ മരണം സംഭവിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കാരണം നിങ്ങൾക്ക് ആ സമയം അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്റെ ഉണ്ണി, നമ്മൾ പത്രക്കാർക്ക് ജനനമല്ല മരണമാണ് ഇമ്പോർട്ടന്റ്. എല്ലാവരും ഓൺലൈനിലേക്ക് കടക്കുന്നതിനെ സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പ്. ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് രമേശ് ചെന്നിത്തലയുടെ കണ്ടെത്തൽ. പ്രിന്റ് മീഡിയയ്ക്ക് ഒരു കാര്യമുണ്ട്, തെറ്റ് വന്നാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും. എന്നാൽ ദൃശ്യമാധ്യമങ്ങൾ ഒരു തെറ്റാണെങ്കിൽ പോലും അവർ തിരുത്താറില്ല. കണ്ടവന്റെയൊക്കെ ബെഡ്റൂമിലും ബാത്റൂമിലും വരെ ക്യാമറ തിരികെ കയറ്റുന്ന അവന്റെ ഫോണോത്തിലെ മീഡിയ ആക്ടിവിസം. പിന്നെ ക്യാമറയോ? ഇത് ഇവന്റെ ചാനലിന്റെ എക്സ്ക്ലൂസീവ്. നാട്ടിലാകെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. ഇ.പി. ജയരാജന് വിദ്യാരംഭം കുറിച്ച് പുതിയൊരു മനുഷ്യനാക്കാൻ ഒരുങ്ങി VS. അത് ചിലപ്പോൾ ചില മണലിലോ അല്ലെങ്കിൽ അരിയിലോ ഒക്കെ എഴുതി ആദ്യമായി ഈ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കും. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി. നടക്കില്ലെന്ന് EP. ഒരു പുല്ലും നിങ്ങളെ കൊണ്ടാകില്ല. ഹൃദയത്തിൽ തൊട്ട് കൈപൊള്ളിയ ശ്രീനിവാസൻ പച്ചക്കറിയുമായി വീണ്ടും രംഗത്ത്. ഞാൻ ഈയിടെ ഓസ്ട്രേലിയക്കാരനായ ജോൺ ഫിഷർ എന്ന് പറയുന്ന ഒരാളെ കണ്ടു. 50 വർഷമായിട്ട് അദ്ദേഹം പഴങ്ങളും പച്ചക്കറികളും പച്ചക്ക് കഴിക്കുകയാണ്. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. അരി കഴിച്ചാൽ കുഷ്ഠം പിടിക്കുമെന്ന് മുന്നറിയിപ്പ്. ശരിക്കും പറഞ്ഞാൽ അരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങൾ വരെ വരാൻ തുടങ്ങിയതാണ്. ആ പച്ചളം ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ. പ്രമേഹം മാറ്റാനും പുതിയ തന്ത്രങ്ങൾ. ശ്രീനിവാസനെ സംസ്ഥാനത്തിന്റെ അനാരോഗ്യ അംബാസിഡർ ആക്കിയേക്കും. പണ്ട് പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് കൃത്യസമയത്ത് പരിപാടികൾക്ക് എത്തുന്ന ഒരു പതിവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞ സമയത്തിന് മുമ്പ് എത്താനാണ് മുഖ്യമന്ത്രി പഠിക്കുന്നത്. അല്ല, ഇത് യൂത്തന്മാരുടെ കരിങ്കൊടി പേടിച്ചൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ കോഴിക്കോട്ടെ മാധ്യമം പത്രത്തിൻ്റെ കുടുംബത്തിലാണ് പരിപാടി. മുഖ്യാതിഥി പിണറായി വിജയൻ. പരിപാടി നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുമ്പേ മുഖ്യനെത്തി. സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ്മ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. 11 മണിക്ക് വെച്ച പരിപാടിക്ക് ഒരു 11:30-12 ആകുമ്പോൾ എത്തുന്നതാണല്ലോ നമ്മുടെ സാധാരണ ശീലം. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷിന്റെ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടും. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? 1 മണിക്കൂർ മുമ്പായാൽ പിന്നെ അതിൻ്റെ പ്രയാസം സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഏതായാലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട പ്രധാനികൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നമ്മുടെ ജനാബ് PK കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ഇവിടെ സന്നിഹിതരായി എന്നതുകൊണ്ട് മറ്റ് പ്രയാസങ്ങൾ നേരത്തെ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. തമിഴ്നാട്ടിൽ പോകാനുള്ള കാരണം പറഞ്ഞ് മുഖ്യൻ പരിപാടിക്ക് വരാതെ മുങ്ങിയില്ല. പകരം നേരത്തെ തന്നെ പത്രകുടുംബത്തിൽ പ്രത്യക്ഷനായി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കുറേ ദിവസമായി ഈ പത്രപ്രവർത്തനത്തിലെ ചില സംഗതികളെക്കുറിച്ച് പറയാൻ മുഖ്യൻ ഒരു കുറിപ്പുമായി നടക്കുകയാണ്. അത് പറയാതെ പോയാൽ ശരിയാവില്ല. അപ്പോൾ പിന്നെ കാര്യപരിപാടികളിലേക്ക് കടക്കാം. പത്രക്കാർ ശ്രദ്ധിച്ചിരുന്നോളണം. പത്രമാധ്യമങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ കേരളത്തിൽ ഈ രംഗത്ത് കടുത്ത മത്സരം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം വന്ന ഒരു പ്രത്യേകത, ചില പത്രങ്ങളുടെ വളർച്ച വല്ലാതെ മുരടിച്ചു പോകുന്ന നില വന്നിട്ടുണ്ട്. പത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള പുതു വളർച്ച
എന്ന് പറയുമ്പോൾ ആ വളർച്ചയ്ക്ക് പിന്നിൽ ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ട് എന്നത് വസ്തുതയാണ്. കോളേജ് ലൈഫും കഴിഞ്ഞ് നല്ല ജോലിയും സമ്പാദിച്ചാൽ മതിയായിരുന്നു. അതെങ്ങനെ? അതിനിടയിൽ കോളേജിലെ ഹീറോയെ കയറി പ്രേമിക്കാൻ തോന്നിയില്ലേ? ആദർശം കളിച്ച് കളിച്ച് അദ്ദേഹം നേടിയതോ ഒരു കൊച്ചു പത്രത്തിലെ വലിയ തിരക്കുള്ള ഒരു ജോലി. എന്നാ അതിനുള്ള ശമ്പളവും ഇല്ല. ഏതെങ്കിലും വലിയ പത്രത്തിലൊരു കണാറിനെ പ്രേമിക്കാൻ നീ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നില്ലല്ലോ എന്റെ ഈശ്വര. പത്രജീവനക്കാരും പത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതര ജീവനക്കാരും വ്യക്തി ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഓരോ മാധ്യമ സ്ഥാപനത്തിലും പ്രവർത്തിക്കുന്നത്. വ്യക്തമായ ഒരു സമയക്രമം പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്നവരല്ല പത്രരംഗത്ത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായി തന്നെ പ്രത്യേക തരത്തിലുള്ള വിഷമങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നവരാണ്. ചിലപ്പോൾ അടുത്ത ബന്ധുക്കളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. വളരെ വേണ്ടപ്പെട്ടവരുടെ മരണം സംഭവിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കാരണം നിങ്ങൾക്ക് ആ സമയം അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്റെ ഉണ്ണി, നമ്മൾ പത്രക്കാർക്ക് ജനനമല്ല മരണമാണ് ഇമ്പോർട്ടന്റ്. നിന്റെ ഭാര്യ പ്രസവിച്ചാൽ ഏത് കോളത്തിൽ കൊടുക്കും? അല്ലെങ്കിൽ പിന്നെ വല്ല സെലിബ്രിറ്റിയുടെ ഭാര്യ ആയിരിക്കും. ഇത്തരത്തിലുള്ള വിഷമം അനുഭവിച്ചവരായിരിക്കും നിങ്ങളിൽ പലരും. തൊഴിൽപരമായ ഇത്തരം വിഷമതകൾ അനുഭവിക്കുന്ന പത്രപ്രവർത്തകർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ്. ഇനി പിരിച്ചുവിടുന്ന പത്രക്കാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ പറയാനുള്ള മനസ്സ് പിണറായി വിജയൻ കാണിച്ചല്ലോ. പിരിച്ചുവിടലിനെക്കുറിച്ച് പറയാൻ തിരഞ്ഞെടുത്ത വേദിയും എന്തോ വളരെ ഉചിതമായ ഇടം തന്നെ. ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലും രഹസ്യമായും പരസ്യമായും പിരിച്ചുവിടൽ ഭീഷണി നിലനിൽക്കുകയാണ്. ആരെയും പിരിച്ചുവിടുന്നത് ഇന്നലെ വന്നവരല്ല, വർഷങ്ങളായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുന്നത്. ഇതിനു പുറമെ സ്വീകരിക്കുന്ന ഒരു നിലപാട്, മാനേജ്മെന്റിന് എന്തെങ്കിലും അപ്രീതി തോന്നിപ്പോയാൽ ആ ജേർണലിസ്റ്റുകളെ വളരെ അകലത്തേക്ക് സ്ഥലം മാറ്റുകയാണ്. ഇഷ്ടക്കേട് തോന്നിയോ പിന്നെ എങ്ങോട്ടും മാറ്റാമെന്നാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ പത്രപ്രവർത്തകര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സർക്കുലേഷൻ, അതാണ് പ്രശ്നം. ഹരിയുടെ കേരള ഭൂമിക്ക് കിട്ടിയ ഒരു ഫോട്ടോയോ റിപ്പോർട്ടോ എന്റെ മലയാള രമ കവർ ചെയ്തില്ലെങ്കിൽ അന്ന് മേശപ്പുറത്ത് ഇൻഡാസ് വരും എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട്. മലയാള രമയുടെയും കേരള ഭൂമിയുടെയും മുമ്പിൽ വായനക്കാരില്ല. പരസ്പരം തോൽപ്പിക്കണമെന്നുള്ള വാശി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ പാതാള കുഴിയിൽ പോലും ഞങ്ങൾ ഓടിച്ചെന്നല്ലേ പറ്റൂ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങള് സഹിച്ചു തുടരുന്നവരുണ്ട്, സഹിക്കാനാവാതെ ജോലി ഉപേക്ഷിച്ചു പോകുന്നവരും. കാരണം മടുത്ത് ഇനി ഇതിൽ തുടരാൻ പറ്റില്ല എന്ന മട്ടിൽ ജോലി ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്നവരും ഉണ്ട്. നമ്മൾ ഈ രാവും പകലും ഒക്കെ പത്ര മാനേജ്മെന്റിന് അടിയറ വെച്ചിരിക്കാന്ന് ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്. പല മാനേജ്മെന്റുകൾക്കും ഓൺലൈനിനോട് നല്ല താല്പര്യം വരുന്നു. അതിലൊരു കാര്യം, ദൈനംദിന പ്രവർത്തന ചെലവുകൾ വലിയ കുറവാണ് ഈ രംഗത്താവും. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഓൺലൈനും എന്ന നിലപാട് സ്വീകരിക്കുന്നവരും ഉണ്ട് നല്ല നിലക്ക്. അതെ, കൈ നനയാതെ മീൻ പിടിക്കാമല്ലോ. പിന്നെ കൂടുതൽ ജോലിക്കാരെയും വെക്കണ്ട, എവിടെയും ഇരുന്ന് ചെയ്യാം. ഒപ്പം പ്രധാന സ്ഥാപനത്തിൻ്റെ പേര് നിലനിർത്താനും പറ്റും. ഇനി താനും ഈ വിഷയത്തിൽ അത്ര മോശക്കാരനല്ല എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൂപ്പര് പൊതുവെ മാധ്യമത്തിൻ്റെ സ്വന്തം ആളായതുകൊണ്ട് ഒരു മയത്തിലാണ് വിശദീകരണം. പിന്നെ ദൃശ്യമാധ്യമങ്ങൾക്കിട്ട് ചില കുത്തുകളുണ്ട്. ഭരണാധികാരികളോട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഭരണരംഗത്തുണ്ടാകുന്ന പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കാനും മാധ്യമങ്ങൾ നൽകുന്ന പങ്ക് വളരെ വലുതാണ്. മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന അവരെ അപമാനിക്കുന്നതും ഒരു കാരണവശാലും ഉത്തമ മാധ്യമ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒന്നല്ല. നമുക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരോട് ചൂണ്ടിക്കാണിക്കുന്നതിനകത്ത് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ്. ആദ്യം ആർക്കാണ് വാർത്ത കിട്ടുന്നത് എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങൾക്ക് മാത്രമല്ല പ്രിന്റ് മീഡിയയ്ക്കും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ മത്സരം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സത്യസന്ധമായ വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നു, സത്യസന്ധമായ വാർത്തകൾ പിന്നോക്കം പോകുന്നു.
പ്രിന്റ് മീഡിയയ്ക്ക് ഒരു കാര്യമുണ്ട്, ഒരു തെറ്റ് വന്നാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും. എന്നാൽ ദൃശ്യമാധ്യമങ്ങൾ ഒരു തെറ്റാണെങ്കിൽ പോലും അവർ തിരുത്താറില്ല. കണ്ടവന്റെ ഒക്കെ ബെഡ്റൂമിലും ബാത്റൂമിലും വരെ ക്യാമറ തിരികെ കയറ്റുന്ന അവന്റെ കോണത്തിലെ മീഡിയ ആക്ടിവിസം. അപ്പോ അവസാനമായിട്ടൊന്നും പറയാനില്ലല്ലോ? എനിക്കൊന്നും പറയാനില്ല, പക്ഷെ ഇവക്ക് എന്താ പറയാനുണ്ട്? അവസാനമായിട്ടൊരു സൈൻ ഓഫ് പറയടേ. ചാവാൻ പോവല്ലേ? എങ്ങോട്ടെങ്കിലും നോക്കി പറയടേ. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണുക. പിന്നെ ക്യാമറയോ? ഇത് ഇവന്റെ ചാനലിന്റെ എക്സ്ക്ലൂസീവാ. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ കളികൾ മുഴുവൻ കത്ത് മുഖേന അങ്ങ് ഡൽഹിയിൽ എത്തിച്ചപ്പോൾ തുടങ്ങിയ ചെന്നിത്തലയുടെ ഈ രോഷം പിന്നെ ഇപ്പോൾ എല്ലായിടത്തും സംശയമാണ്. പിന്നെ ഒരു ഭംഗിക്ക് കയ്യടി കിട്ടാൻ പിണറായി മുഖ്യനെ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിനാണെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളെ മൊത്തത്തിൽ അലർജിയാണല്ലോ. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചറെ തിരുത്താൻ ഉപയോഗപ്പെടുത്തിയതുപോലെ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിദ്യാരംഭ ചടങ്ങുകളുടെ വിശേഷമുണ്ട്. ഇടവേള കഴിയണം. വിജയദശമി ദിവസത്തിനാണ് പ്രാധാന്യം, അഥവാ ആ സമയത്ത് ഇന്ന രാശി എന്നോ ഇന്ന മുഹൂർത്തമെന്നോ എന്നൊന്നും കൽപ്പിക്കേണ്ടതില്ല. ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ.